ശ്രീ ഷിജിത് പണിക്കർ, ഈ വ്യക്തിബന്ധം, നേതാക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതികരണശേഷിയെയും നയതന്ത്രത്തെയും സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ നരകക്കുഴി ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത്. അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തമാണ്. അതിന് ഇന്ത്യ മറുപടി നൽകേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അതിന് ഇന്ത്യ മറുപടി നൽകേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യഘട്ട മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതിനെ ഇന്ത്യയിലെ പ്രതിപക്ഷം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ കാണുന്ന രീതിയിലല്ല ലോകമാധ്യമങ്ങൾ കാണുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മളതിനെ വിമർശിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്. പക്ഷേ അതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയുടെ പ്രതികരണത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അന്തസ്സിന് ചേരുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ അൺഇൻഫോംഡ്, കാര്യങ്ങൾ അറിയാതെയുള്ള ഒരു പ്രതികരണമാണ് US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. രണ്ട്, ഇനപ്രോപ്രിയേറ്റ്, അനുചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത്തേത് ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞുവെങ്കിലും വിശദീകരിച്ചില്ല, ഇൻ പുവർ ടേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അന്തസ്സിന് ചേർന്ന വളരെ പക്വതയോട് കൂടിയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ ഈ മൈക്കൽ സാവേജിന്റെ പ്രസ്താവനയെ, എൻഡോഴ്സ്മെന്റിനെ, അതിനെ തള്ളി പറയുന്നതിനോടൊപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ഏത് നിലയ്ക്കുള്ളതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞാൽ വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള എന്നാൽ വളരെ സിവിൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. അതല്ലാതെ ഡാഷ്മോനെ രേവന്ത എന്നതുപോലെ പ്രതികരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയില്ല. ആ രീതിയിലേക്കുള്ള പ്രതികരണമാണ് നമ്മൾ ആരെങ്കിലും അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് എന്ന രീതിയിലേക്ക് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ആ രീതിയിലേക്ക് ഡിപ്ലോമസിയിൽ നമുക്ക് പ്രതികരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികരണം എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതികരണത്തിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കയിലുള്ള മാധ്യമങ്ങളെ നോക്കൂ, അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള മാധ്യമങ്ങളെ നോക്കൂ, അവരെല്ലാവരും തന്നെ ഏത് രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ പ്രതികരണത്തിനെ അവരെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രതിപക്ഷത്തിന് അത് ഇനാഡിക്വേറ്റ് ആണെന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇൻഡിപെൻഡന്റ് ന്യൂസ് പേപ്പർ, ഇന്റർനാഷണൽ മാധ്യമമാണല്ലോ, അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപ് ഫേസസ് ഡിപ്ലോമാറ്റിക് ബാക്ക്ലാഷ് ആൻഡ് എ റെയർ കണ്ടംനേഷൻ ഫ്രം ഡൽഹി എന്നാണ്. അതായത് നയതന്ത്രപരമായിട്ടുള്ള ഒരു ബാക്ക്ലാഷ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം റെയർ കണ്ടംനേഷൻ, നമ്മൾ സാധാരണ ആ രീതിയിലേക്ക് ആരെയും അപലപിക്കാറില്ല, പക്ഷേ ആ രീതിയിലേക്ക് വളരെ അപൂർവമായിട്ടുള്ള ഒരു അപലപിക്കൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് അവർ പറയുന്നത്. ബ്ലൂംബർഗ് മറ്റൊരു ഇന്റർനാഷണൽ മാധ്യമമാണ്, അവർ പറയുന്നത് ഇന്ത്യ കണ്ടംസ് ട്രംപ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റ് കോളിംഗ് ദ നേഷൻ ഹെൽ ഹോൾ എന്നീ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കണ്ടംസ്, അതായത് അപലപിച്ചു എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ തന്നെയുള്ള ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ഇൻ എ റെയർ പബ്ലിക് റിവ്യൂ, വീണ്ടും പറയുന്നുണ്ട്, പബ്ലിക്കായിട്ട് നമ്മൾ അങ്ങനെ റിവ്യൂക്ക് ചെയ്യാറില്ല ഒരു രാജ്യത്തിനെയും, പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിനെ, പക്ഷേ റയർ പബ്ലിക് റിവ്യൂ ഓഫ് ദ വൈറ്റ് ഹൗസ് എന്ന രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഗാർഡിയൻ, UK യിലാണല്ലോ, അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വോയിസ്ഡ് ആങ്കർ എന്നാണ്. ഇന്ത്യ അവരുടെ ദേഷ്യം അത് അറിയിച്ചിരിക്കുന്നു, ക്രിട്ടിസൈസ്ഡ് ആസ് ഇനപ്രോപ്രിയേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BBC പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇന്ത്യ കണ്ടംപ്റ്റ് എന്നാണ്, ഇന്ത്യ അപലപിച്ചിരിക്കുന്നു. അൽ ജസീറ അത് പറഞ്ഞിരിക്കുന്നത് ഡിനൻസിയേഷൻ എന്നാണ്, പബ്ലിക് കണ്ടംനേഷൻ എന്നാണ് അൽ ജസീറ പറഞ്ഞത്. റോയിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് റിബ്യൂക്ക് എന്ന വാക്കാണ്, ഇന്ത്യ ശകാരിക്കുന്നു, ഷാർപ്പായിട്ടുള്ള ഡിസപ്രൂവൽ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ മെഷേർഡ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസിനെ ഇന്റർനാഷണൽ മീഡിയ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അത് വളരെ മെഷേർഡ് ആയിട്ടുള്ള ഒന്നാണ് എന്നവർ പറയുന്നുണ്ട്. ചൈനയുടെ പ്രതികരണം എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയും ചൈനയും പോലെയുള്ള നരകക്കുഴികൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് നരകക്കുഴികൾ എന്നുള്ള ഒരു പ്രസ്താവന വരുന്ന സമയത്ത് ചൈനയുടെ റെസ്പോൺസ് എവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ആരാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും രീതിയിലേക്കുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ചൈന പോലും വളരെ ടാക്ടിക്കലായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ അതിശക്തമായ രീതിയിലേക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ആനിമേറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണോ? നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഡാഷ്മോനെ രേവന്ത ടൈപ്പ് റെസ്പോൺസ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇന്ത്യ എല്ലായ്പ്പോഴും ഇങ്ങനെ കാലിബ്രേറ്റ് ഇന്ത്യ എടുക്കേണ്ട ഒരു പ്രതികരണത്തെക്കുറിച്ച് UN അടക്കം ഇന്ത്യയുടെ അംബാസഡർ ആയിരുന്ന ശ്രീ TP ശ്രീനിവാസൻ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. മൈ വ്യൂ ഈസ് ദാറ്റ് one diplomatic step we should take is to recall our ambassador for consultation as an expression of our protest. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. അദ്ദേഹം സർവീസിൽ ഇരുന്ന സമയത്ത് പറയുന്നത് ശ്രീ ഷിജിത് പണിക്കർ കുറച്ചുകൂടി ശക്തമായ പ്രതികരണങ്ങൾ നടത്തേണ്ടതാണ്, അത് സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണെന്നാണ് ഒരു മുൻ നയതന്ത്ര പ്രതിനിധി തന്നെ പറയുന്നത്. അല്ല, കൂടുതൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ശ്രീ TP ശ്രീനിവാസന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന രീതിയിലേക്ക് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. ഇപ്പോൾ മൾട്ടിപ്പിൾ രാജ്യങ്ങളിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റലിയിലും ചില ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഇതേപോലെ തന്നെ ശ്രീ TP ശ്രീനിവാസന് തുല്യമായിട്ട് അംബാസഡർ ആയിരുന്ന വ്യക്തിയാണ് KP ഫാബിയൻ. KP ഫാബിയൻ എന്നീ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ശ്രീ TP ശ്രീനിവാസൻ പറയുന്നത് പോലെയല്ല. അദ്ദേഹം പറയുന്നത് ട്രംപിന്റെ ഇത്തരത്തിലുള്ള റിമാർക്കുകളെ നമ്മൾ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുകയാണ് വേണ്ടത്. അതിന് ടിറ്റ് ഫോർ ടാറ്റ് പ്രതികരണമല്ല നടത്തേണ്ടത്. കാരണം ഓരോ വ്യക്തികളെ ഓരോ രീതിയിലാണ് നമ്മൾ ടാക്ട്ഫുള്ളി അഡ്രസ് ചെയ്യേണ്ടത്. ട്രംപിനെ അഡ്രസ് ചെയ്യേണ്ടത് ടാക്ട്ഫുള്ളി ആണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന് നമ്മൾ ഇഗ്നോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ANI റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 മണിക്കൂർ മുമ്പ് അവരുടെ എക്സിൽ കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക്, ഇപ്പോൾ സർവീസിലില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയും. അപ്പോൾ KP ഫാബിയന്റെ അഭിപ്രായമാണ് പരമം എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ഇതേപോലെ പറയാം. അതേപോലെ TP ശ്രീനിവാസനെയും പറയും. ഇത് ഡിവൈഡഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡിപ്ലോമാറ്റിക് എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ട് ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ വിലയിരുത്തുകയാണ്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ പ്രേമേന്ദ്രൻ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഡീൽ വരുന്ന സമയത്ത് നമ്മുടെ കാർഷികോൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഈ ഡീൽ ഉണ്ടാകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. പക്ഷേ വളരെ കൃത്യമായിട്ട് നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം കൊടുത്തിരുന്നപ്പോൾ എന്താണ്, അതുവരെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും വെറുതെ ആയില്ലേ? സോയാബീൻ, കോണമീസ് ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തിനും 0 കൺസെഷൻ ഓൺ GM ഫുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ ലിസ്റ്റ് മുഴുവൻ പറഞ്ഞു. അതോടുകൂടി ആ വിവാദം ഇവിടെ കെട്ടടങ്ങി.
എന്ന് വെച്ചാൽ നമ്മൾ എഗ്രി ചെയ്തിട്ടില്ലാത്ത ഒപ്പിട്ടിട്ടില്ലാത്ത ഒരു കരാറിനെ ചുറ്റിപ്പറ്റി പോലും ഇന്ത്യ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇന്ത്യ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന രീതിയിലേക്കാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ കേട്ട വേറൊരു കാര്യമുണ്ട്, ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞപ്പോൾ വിട്ടുപോയതായിരിക്കും. റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം നമുക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് 1 മാസത്തേക്ക് അപ്രൂവ് ചെയ്യുന്നു, 2 മാസത്തേക്ക് അപ്രൂവ് ചെയ്യുന്നു. സത്യത്തിൽ അപ്രൂവ് ചെയ്തിരുന്നത് എന്താണെന്ന് പോലും ആരും നോക്കുന്നില്ല. ജനറൽ ലൈസൻസ് 133 എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യയുടെ കപ്പലുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള നിയമത്തിലാണ് അവർ ഇളവ് കൊണ്ടുവരുന്നത്. ആ ഇളവ് എന്തിനാണ്? ഈ കപ്പൽ ഹോർമോസ് കടലിലേക്ക് കടന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള കപ്പൽ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ ഇത് ഡോക്ക് ചെയ്യും. ആ ഡോക്ക് ചെയ്യുന്നതിന് അമേരിക്കയ്ക്ക് അപ്രൂവൽ ആയിട്ടുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള പോർട്ടുകളിൽ അതിന് അനുമതി കൊടുക്കണോ വേണ്ടയോ, അതാണ് അതിന്റെ ഒരു തീരുമാനം. ഇതിൽ ഏതെങ്കിലും ഒരാളിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തീരത്തേക്ക് അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ കൊടുക്കാമോ ഇല്ലയോ, ഇതാണ് തീരുമാനം. ഡീൽ നടക്കുന്നത് ഡോളറിൽ നടത്താമോ ഇല്ലയോ, ഇതാണ് തീരുമാനം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ. ഈ തീരുമാനത്തിൽ റിലാക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത് വാങ്ങുന്നുണ്ട്. ആ സമയത്തും ഇവർക്ക് റിലാക്സേഷൻ അല്ല കൊടുക്കുന്ന, റഷ്യ ഇന്ത്യക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഓയിൽ അതിന്റെ അളവ് വളരെ പെട്ടെന്ന് കുറഞ്ഞത്? അത് കണക്കുകളാണല്ലോ. അല്ല, ആ കണക്ക് കുറഞ്ഞിരിക്കുന്നതിന്റെ കണക്ക് എവിടെയാണ്? ഏത് കണക്കാണ് കുറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഈ സമയത്ത് 4 ദിവസത്തേക്ക് ലോഡ് ചെയ്ത് ഒരിക്കൽ ഈ US-ന്റെ ഉപരോധം ഉണ്ടാകും എന്ന ഘട്ടം വന്നപ്പോൾ നമ്മൾ ആ വാങ്ങൽ കുറച്ചത് കണക്കുകളിലൂടെ വെളിവായതല്ലേ? ഇല്ല, നേരത്തെ വാങ്ങി കുറഞ്ഞ വിലയിൽ റഷ്യ നമുക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് നിർത്തി, അളവ് വളരെ കുറഞ്ഞു. 1.5 മുതൽ ഏതാണ്ട് 2.5 വരെയുള്ള മില്യൺ ബാരൽസ് പെർ ഡേ നമ്മൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അതിന്റെ കണക്ക് പുറത്ത് വന്നല്ലോ. ആ കണക്ക് പുറത്ത് വന്നിരുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ദേശീയ മാധ്യമങ്ങളും പുറത്ത് വിട്ടിരുന്നതാണല്ലോ. അല്ല, ദേശീയ മാധ്യമത്തിൽ ഒരുപാട് കണക്കുകൾ വന്നിട്ടുണ്ട്. അല്ലത് ഇത് മന്ത്രാലയം സ്വകാര്യ റിഫൈനറികൾ അടക്കം അതിന്റെ അളവ് കുറച്ചത്. അപ്പോൾ ശ്രീജിത്തിന്റെ വാദത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നേ ഇല്ല. നേരത്തെ വാങ്ങിയിരുന്ന അതേ അളവിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൊണ്ടേയിരുന്നു എന്നാണോ? 1.6 മുതൽ 2.6 മില്യൺ ബാരൽസ് പെർ ഡേ എല്ലാ മാസവും നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ കണക്ക് വെച്ച് പ്രൂവ് ചെയ്തിട്ടാണെന്ന് പറയും. കണക്ക് വെച്ച് പ്രൂവ് ചെയ്യും. കഴിഞ്ഞ മാസത്തെ 2.6 എന്തോ ആണ്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് 2.2 ആണ്. അതിന് മുമ്പ് 1.6 മറ്റോ ആണ്, 1.02 അങ്ങനെ എന്തോ ആണ്. കണക്കുകൾ അങ്ങനെയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ അളവിൽ എണ്ണ വാങ്ങി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ അത് ഒരു തടസ്സവും ഇല്ലാതെ തുടരുന്നുണ്ട്. റഷ്യയുടെ പ്രതികരണം നോക്കൂ. ഞങ്ങൾ ഇന്നേ വരെ ഇന്ത്യ ഞങ്ങളോട് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നേ വരെ ഇന്ത്യ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് റഷ്യയുടെ മന്ത്രിയല്ലേ പറഞ്ഞു, ഫോറിൻ മിനിസ്റ്റർ അല്ലേ പറഞ്ഞു. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അമേരിക്ക ഇടപെട്ടതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ, ന്യൂഡൽഹിയിൽ നിന്ന് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്ക് മോസ്കോയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയാണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ലിങ്ക് പബ്ലിക്കായിട്ട് കിട്ടുമല്ലോ. അത് ആരും ഉണ്ടാക്കിയിരിക്കുന്നതല്ല, ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളെ ഒക്കെ നമ്മൾ വിട്ടേക്കും. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ അത് എവിടെ നിന്നാണ് വരിക? ഞാൻ പറയുന്നത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എനർജി സെക്യൂരിറ്റി ഇന്ത്യൻ പാർലമെന്റിൽ അടക്കം ഉയർന്ന ഈ ആരോപണങ്ങൾ ഞാനതിൽ കാണുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ശ്രീ പ്രേമേന്ദ്രൻ. അതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്ത്യയാണ് എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഇനി ഇതിൽ എന്തെങ്കിലും രീതിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ താങ്കൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ലാവ്റോവ്, താങ്കൾക്ക് അറിയാമല്ലോ, അദ്ദേഹമാണ് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ. ഫെബ്രുവരി 11, 2026 അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റഷ്യയിലെ ഡ്യൂമയിലാണ്, അറിയാമല്ലോ, അവരുടെ പാർലമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. യു മെൻഷൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഡൊണാൾഡ് ട്രംപ് അനൗൺസ്ഡ് ഇന്ത്യസ് എഗ്രിമെന്റ് ദാറ്റ് no longer purchase Russian oil. I have not heard such a statement from anyone else, including Prime Minister Narendra Modi and other Indian leaders. Except US President Donald Trump, nobody else has declared that India will stop buying Russian oil. ഇത് ലാവ്റോവിന്റെ പ്രസ്താവനയാണ്, ഡ്യൂമയിലുള്ള പ്രസ്താവനയാണ്, എന്റെ പ്രസ്താവനയല്ല, നരേന്ദ്രമോദിയുടെ BJPയുടെ പ്രസ്താവനയല്ല. ഞാൻ പറഞ്ഞ അക്കൗണ്ടബിൾ ആയിട്ടുള്ള റഷ്യയുടെ വിദേശകാര്യ മന്ത്രി അവരുടെ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ്, ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അതോ 2025 നവംബർ മുതലാണെന്ന് തോന്നുന്നു ഈ എണ്ണ വാങ്ങുന്നതിന്റെ അളവ് കുറഞ്ഞു വന്നത്. അത് പല മാധ്യമ റിപ്പോർട്ടുകളിലും വളരെ ക്രെഡിബിളായ സോഴ്സുകളിലും വന്നതാണ്. നമുക്കെന്തായാലും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പരിശോധിക്കാം. പാർലമെന്റിലും ഉയർന്നതാണ്. ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ അതിന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിട്ടുമില്ല. ശ്രീജിത്ത് പറഞ്ഞ പോലെ ലാവ്റോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫെബ്രുവരിയിലുള്ളത് ഞാൻ വസ്തുത കണ്ടില്ല. അത് സത്യമാണെങ്കിൽ അത് തന്നെയാണ് തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ കുറവുണ്ടാക്കിയിട്ടില്ല, നമുക്ക് സപ്ലൈ വരുന്നുണ്ട് എന്നുള്ളതല്ലേ കാണിക്കേണ്ടത്. അത് കൂടുതൽ പരിശോധിക്കണം. അതെ, തീർച്ചയായിട്ടും കണക്കുണ്ട് ശ്രീവിനു. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഉള്ള കണക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജൂൺ മുതലെടുത്ത് ഓഗസ്റ്റ് നോക്കിയോളൂ. കഴിഞ്ഞ ഓഗസ്റ്റിൽ 1.6 മില്യൺ ബാരൽസ് പെർ ഡേ. സെപ്റ്റംബറിലും ഒക്ടോബറിലും താങ്കൾ പറഞ്ഞ കാലത്തിന് മുമ്പുള്ള കാലത്ത് കുറഞ്ഞു, 1.4. നവംബറിൽ 1.6, ഡിസംബറിൽ ജനുവരിയിലെ ഓൾമോസ്റ്റ് 1.2, ഫെബ്രുവരിയിൽ 1.1, മാർച്ചിൽ 2 കഴിഞ്ഞു, ഏപ്രിലിലെ മേ ബി 19 മുതൽ 20% വരെ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇക്കണോമിക് ടൈംസ് പോലെയുള്ള പത്രങ്ങൾ ഒന്നാം പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത്. അത് സാങ്ഷന് ശേഷം കുറഞ്ഞതിന്റെ കണക്കുകളാണ്. ആധികാരികമായി ശ്രീജിത്ത് ഉദ്ധരിക്കുന്ന കണക്കുകളാണെങ്കിൽ എനിക്കത് പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് അവിടെ നിർത്തിയത്. വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ക്രെഡിബിൾ ആയുള്ള മാധ്യമങ്ങൾ ഈ 2025 നവംബറിന് ശേഷമുള്ള കണക്കുകൾ പലപ്പോഴായി അവരുടെ ലീഡ് സ്റ്റോറിയായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കണക്കുകളിലൊക്കെ ഈ സാങ്ഷന് ശേഷം
അതെ, ഞാൻ കുറവ് പറഞ്ഞത് വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഈ ഫെബ്രുവരി മാസം വരെ നോക്കിക്കഴിഞ്ഞാൽ 20 മുതൽ ഏതാണ്ട് 34% വരെ വേരിയിങ് ആണ്. അത് കുറഞ്ഞിട്ടുണ്ട്. 3-1 കുറവ് വന്നുവെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ ശ്രീജിത്ത് പറയുന്ന കണക്കുകൾ എന്റെ കയ്യിലില്ല, ആധികാരിക രേഖയിൽ നമുക്ക് തീർച്ചയായും കഴിഞ്ഞ ജൂണിൽ പോലും 40%. കഴിഞ്ഞ ജൂണിൽ പോലും 40%. അതായത് 3-1 ഇറക്കുമതി കുറഞ്ഞുവെന്നാണ് ഞാനീ പറഞ്ഞ വളരെ ക്രെഡിബിളായ മാധ്യമങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ല, ഒരു വ്യത്യാസവും ഇല്ലാതെ നിർബാധം തുടർന്നുവെന്നാണ് ശ്രീജിത്തിന്റെ വാദമെങ്കിൽ അത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. അങ്ങനെയല്ല, എല്ലാ കാലവും നമ്മൾ ഒരേ എമൗണ്ട് ആണ് എല്ലാ മാസവും വാങ്ങുക എന്നുള്ളതല്ല നമ്മുടെ ഡീല്. നമ്മൾ മറ്റുള്ള 40 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്, 41 രാജ്യങ്ങളിൽ നിന്ന്. ഇത് എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചത്? റഷ്യയുടെ എണ്ണയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നപ്പോൾ മറ്റ് രാജ്യങ്ങൾ വാങ്ങാതിരിക്കുന്നു, നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് അവരത് നൽകാമെന്ന് പറയുന്നു, അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ഒരു വിൻഫോൾ ഗെയിൻ ആണല്ലോ. നമ്മുടെ കമ്പനികൾക്കും ഒക്കെ ഉണ്ടായ വലിയ നേട്ടമായിരുന്നില്ല. അതൊക്കെ നമ്മൾ ശരിയാണ് ശ്രീവിനു, എന്റെ ചോദ്യം അതായത് എല്ലാ രാജ്യങ്ങളും മടിച്ചു നിന്നപ്പോൾ ഇന്ത്യ ആ എണ്ണ വാങ്ങി നമുക്ക് നേട്ടം ഉണ്ടായി. എക്സാക്ട്ലി. എന്റെ ചോദ്യം, അമേരിക്കയുടെ താല്പര്യം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങണമെന്നാണോ വാങ്ങുന്നത് കുറയ്ക്കണമെന്നാണോ? വാങ്ങണമെന്നാണോ, അല്ല സോറി, വാങ്ങരുതെന്നാണോ പറയുന്നത്, വാങ്ങുന്നത് കുറയ്ക്കണമെന്നാണോ പറയുന്നത്? വാങ്ങണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം, വാങ്ങുന്നത് കുറയ്ക്കണം എന്നതായിരുന്നു ലക്ഷ്യം. റഷ്യയിൽ നിന്ന് വാങ്ങരുതെന്നാണ് പറയുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങരുത് എന്നാണ് പറയുന്നത്. ഇന്ത്യ വാങ്ങുന്നുണ്ട്. ശരിയാണ്. കാരണം വാങ്ങരുത് എന്ന് പറയാൻ കാരണം അമേരിക്കൻ ട്രംപ് ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും ഉക്രൈൻ യുദ്ധം നടത്തുന്നത് ഇന്ത്യയുടെ പണം കൊണ്ടാണെന്ന് വരെ പറഞ്ഞു. അതെ, ഉക്രൈൻ യുദ്ധം നടത്തുന്നത് ഈ എണ്ണ പണം കൊണ്ടാണ് എന്നായിരുന്നു അവരുടെ വാദം. ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ മാസത്തിൽ പോലും നമ്മുടെ ചോദ്യം വാങ്ങൽ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. സാങ്കേതികമായ പല ഉത്തരങ്ങളും ഉണ്ടാവാം, പക്ഷേ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന വാങ്ങൽ കുറഞ്ഞിട്ടുണ്ടോ. അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കിയെന്നോ അവരുടെ ആജ്ഞാനുവർത്തിയായി നമ്മൾ പ്രവർത്തിച്ചു എങ്കിലോ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുതെന്നാണ് നമ്മളോടുള്ള ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മാറിയത് ടാക്സ് താരിഫ് വന്നപ്പോഴാണല്ലോ. അല്ലല്ലോ, നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്, താരിഫ് വന്നപ്പോഴാണല്ലോ സിനാരിയോ മാറിയത്. അല്ല, എല്ലാ സമയത്തും യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യയുടെ പണമാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യുക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയം മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. വാങ്ങുന്നത് കുറയ്ക്കാനല്ല പറയുന്നത്, ഡു നോട്ട് ബൈ റഷ്യൻ ഓയിൽ. അതാണ് ഇന്ത്യ വാങ്ങുന്നത് കുറഞ്ഞത് എങ്ങനെയാണ് എന്ന സാഹചര്യമാണ് നാം ചർച്ച ചെയ്തത്. എന്തായാലും ഇന്ത്യ 41 രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ സൗദി അറേബ്യ അത് ശരിയാണ്, പക്ഷേ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് കൂടിയത് എങ്ങനെയാണ്, എന്നുള്ളതാണല്ലോ ചോദ്യം. മന്ത്രി പറയുന്നത് പ്രസക്തമാകുന്നത്. സെർജി ലാവ്റോവ് പറയുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്ത്യയിലെ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടബിലിറ്റിയോടുകൂടി പറയല്ലേ. അല്ലെ, അപ്പോൾ അദ്ദേഹം അമേരിക്ക പേടിച്ചിട്ടാണോ? സെർജി ലാവ്റോവിനെ അമേരിക്ക പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെ നമ്മുടെ മുന്നിലുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്ത് കൂടിയില്ലേ? എന്തുകൊണ്ടാണ് കൂടിയത്? എന്തുകൊണ്ടാണ് കൂടിയത്? ആർക്ക്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജനറൽ ലൈസൻസ് 130. ഇതാണ് പ്രശ്നം. ജനറൽ ലൈസൻസ് 133 എന്ന് പറയുന്നത് ഈ വരുന്ന വഴിയിലുള്ള സ്ഥലങ്ങളിലേക്ക് ഡോക്ക് ചെയ്യുന്നതിനുള്ള അതാണല്ലോ. സാങ്കേതികമായി ഇതിനെ എങ്ങനെ ന്യായീകരിക്കാം? അത് ആംപ്ലിഫൈ ചെയ്യരുത്. അത് കോൺഗ്രസിന്റെ വിവരക്കേടാണ്. കാരണം ഇന്ത്യ ഇത് വാങ്ങുന്നുണ്ട്. ഈ റിലാക്സേഷൻ കൊണ്ടുവരുന്നതിന് മുമ്പും ഇന്ത്യ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അന്ന് ബാനാണ്. ഈ അളവ് കുറഞ്ഞതിന്റെ കണക്കുകളാണല്ലോ പ്രധാനം. നവംബറിന് മുമ്പുണ്ടായിരുന്ന അളവും അതിനുശേഷം ഉണ്ടായിരുന്ന അളവും ഏറ്റവും ഒടുവിൽ ഈ ഉപരോധത്തിലുള്ള ഇളവ് എന്ന് വ്യാഖ്യാനിക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം ഉള്ള അളവും ഒക്കെയാണല്ലോ പ്രധാനം. ഈ സമയം മുന്നോട്ട് പോകാൻ തീർത്തുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ